നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെ സകല സാധ്യതകളെയും ചൂഷണം ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. ആ രംഗത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രംഗമാണ് ബ്ലോഗ് എഴുത്തിൻ്റേത്. നമ്മുടെ സങ്കല്പത്തിന് പോലും അതീതമായിരുന്ന പല കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് സാധ്യമാവുകയാണ്. ഡോക്ടർ ജോർജ് പടനിലം ബ്ലോഗ് എഴുത്തിൻ്റെ രംഗത്ത് ഏറെ സജീവമായ ഒരു സാന്നിധ്യമാണ്. ഡോക്ടറിൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ തന്നെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഡോക്ടർ, അങ്ങയുടെ ബ്ലോഗ് എഴുത്തുകൾ ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു എഴുത്ത് അതിൻ്റെ ഹെഡിങ് കൊണ്ട് തന്നെ ശ്രദ്ധേയമായിട്ട് തോന്നി. കാരണം എന്താണ് പ്രശ്നം, അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പം നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്, എന്താണ് പ്രശ്നം. അതിനകത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഒരു ജിക്സോ പസിൽ കളിക്കുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്ന്. പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിലുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നതെന്ന്. ദ ഐ സീ വാട്ട് ഡസ് ദി മൈൻഡ് നോ എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ ആ ഒരു ചിന്ത അങ്ങയുടെ ജീവിത വീക്ഷണത്തെ ഏറെ സ്വാധീനിക്കുന്നു എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? തീർച്ചയായിട്ടും ടീച്ചറെ, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നാം ലോകാരംഭം മുതൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓരോ പ്രശ്നം മാറുമ്പോഴത്തേക്ക് വേറൊന്ന് വന്നു കഴിയും. ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ 2004 സുനാമി വന്നു. അതിനുശേഷം എത്രയോ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും വലിയ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൊടുങ്കാറ്റുകളും ഒക്കെ ലോകമാകെ എല്ലായിടത്തും ഇത് ഉണ്ടെന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ യുദ്ധങ്ങൾ, കിടമത്സരങ്ങൾ, ഫാമിലി ഫൈറ്റ്സ്, ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പകർച്ചവ്യാധികളാണെന്നുണ്ടെങ്കിൽ 2003 ചിക്കൻ ഗുനിയ വന്നു. അത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എബോള വൈറസ് വന്നു. പിന്നെ ബ്ലൂ നൈൽ വൈറസ് വന്നു. പിന്നെ അത് ഇപ്പം നമ്മളെ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം തന്നെ തകർത്ത് മറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഒന്നിനൊന്നിന് പുറകായിട്ട് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു പ്രശ്നമേ ഉള്ളോ അതോ പല പ്രശ്നങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കൃഷിക്കാരിൽ നിന്നും കേട്ടിരുന്ന ഒരു ഉപമയുണ്ട്. അതായത് അവരെ അന്ന് ഇലക്ട്രിക് മെഷീൻസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ചക്രം ചവിട്ടിയാണ് പാടത്തെ വെള്ളം വറ്റിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചക്രം ചവിട്ടി വെള്ളം വറ്റിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ ഓരോ ഒന്നിൽ 4 ഇലയുടെ ഒരു ചക്രം അല്ലെങ്കിൽ 6 ഇലയുടെ ഒരു ചക്രം ചവിട്ടി കഴിയുമ്പോൾ വേറൊരു ചക്രം മുന്നിലോട്ട് വരികയാണ്. ഒരിക്കലും ഈ ചക്രം ചവിട്ട് മാറുകയില്ല. അപ്പോൾ അവർ പറയാറുണ്ട്, ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ചക്രം ചവിട്ടാണെന്ന്. അപ്പം അങ്ങനെ ഈ പല പ്രശ്നങ്ങളാണോ നമുക്കുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഒരു ജിക്സോ പസിൽ കളിക്കുന്നത് പോലെയാണ്. ജിക്സോ പസിൽ എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സാധാരണമായി എല്ലാവരും കളിക്കുന്നത്, പ്രായഭേദമന്യേ എല്ലാവരും കളിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പടത്തിൻ്റെ 2 or 3 പോർഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ടത് കൂട്ടിക്കടിപ്പിച്ച് ഒന്നാക്കി തീർക്കുക, അങ്ങനെയുള്ളതാണ്. പക്ഷേ പ്രായമായിട്ടുള്ളവരുടെ കയ്യിലാണെങ്കിൽ ചിലപ്പോൾ അനേകം കഷണങ്ങളുള്ള ഒരു പസിലായിരിക്കും കൊടുക്കുന്നത്. ഈ അനേക കഷണങ്ങളിൽ ഒരു കഷണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടത്തില്ല ഇത് എന്നതാണെന്ന്. അതിനാൽ അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്ക് അതൊരു പടമായി തീരുമെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ ആ പടം ആരംഭത്തിലെ അവരൊന്ന് കാണുകയാണെങ്കിൽ സാധാരണയായിട്ട് ഈ കഷണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ പെട്ടിക്കകത്തോ അല്ലെങ്കിൽ ആ കൂടിനകത്തോ ഒരു കടലാസിൽ ഈ പടം അവർ കാണിച്ചിരിക്കും. ആ പടം നമുക്ക് കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഷണങ്ങൾക്കുള്ള അർത്ഥം അതെവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അതെ ആ പടം കണ്ടെങ്കിൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് തമ്മിൽ ഈ കഷണങ്ങൾ തമ്മിൽ ഒരു ബന്ധമുള്ളതായിട്ട് തോന്നുകയില്ല, ഒരുപാട് കഷണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ. അതേസമയം സമയമെടുത്ത് ഇവർക്ക് തീർച്ചയായിട്ടും ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കഷണവും എവിടെ ഫിറ്റ് ചെയ്യുമെന്ന് വെച്ച് നല്ല പെർഫെക്റ്റായിട്ടത് കളിക്കാൻ വെക്കും. അപ്പം ആ പ്രശ്നം, യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭൂപടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരാളിൻ്റെയോ ഒരു മൃഗത്തിൻ്റെയോ പടമായിരിക്കും ഇത്. അതിൻ്റെ ആ കഷണങ്ങൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഭൂപടമോ അല്ലെങ്കിൽ മൃഗമോ ആയിത്തീരും. അപ്പോൾ ഈ പ്രശ്നം പലതായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ ലോകത്തിൽ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു സൊല്യൂഷനേ ഉള്ളൂ.
എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ജിക്സോ പസിലിൻ്റെ ഇത് ഉപമ ഉപയോഗിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൂർണ്ണ ചിത്രം നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഈ കഷണങ്ങളൊക്കെ ചേർത്ത് നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം, ആ ഏക പ്രശ്നം നമ്മളെ അലട്ടുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. അമേരിക്കയിലെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സൈന്യാധിപനുണ്ടായിരുന്നു. അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ശേഷം ഒരിക്കലൊരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു, ഒരുപാട് പ്രദേശങ്ങൾ സഞ്ചരിച്ചു, ഒരുപാട് മനുഷ്യരെ ഞാൻ അഭിമുഖീകരിച്ചു, അവസാനം ഞാൻ എൻ്റെ ശത്രുവിനെ കണ്ടു, അത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് മനസ്സിലാകും, നമ്മൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്, നമ്മൾ കേൾക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് വാസ്തവത്തിൽ അത് ശരിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്വന്തം പേര് തന്നെ വേറെ നമുക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഭാഷയുടെ ലിപിയും അതിൻ്റെ ഉച്ചാരണമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേനെ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. നമ്മൾക്ക് മുമ്പ് പരിചയമില്ലാത്തൊരു സംഗതി കണ്ടാൽ നമുക്ക് മനസ്സിലാകുകയില്ല. നമുക്ക് മനസ്സിലാകാത്ത, അതെ, എന്താണെന്ന് മനസ്സിലാകത്തില്ല. നമുക്ക് അറിയാൻ വയ്യാത്തൊരു ഭാഷയിൽ ഇപ്പം നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദിയിൽ ആരെങ്കിലും ഒന്ന് വല്ലതും ചോദിച്ചാൽ നമുക്ക് വല്ലതും പിടികിട്ടുമോ എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യം മാത്രമേ പുറത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളതാണ് നമ്മൾ പുറത്ത് കാണുന്നത്. മനസ്സിലില്ലാത്തത് പുറത്ത് കാണാൻ ഒക്കുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചല ജലാശയത്തോട് നമുക്ക് വേണമെങ്കിൽ ഉപമിക്കാം. നല്ല യാതൊരു കാറ്റോ ഒന്നുമില്ലാതെ, കോളുകളൊക്കെ ഒന്നുമില്ലാത്ത ഒരു സമയത്ത് നല്ല പൂർണ്ണചന്ദ്രനെ മുകളിൽ കാണുന്ന ഒരു സമയത്ത് നമ്മൾ ആ കുളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബിംബം നന്നായിട്ട് കാണാനൊക്കും, വളരെ വ്യക്തമായിട്ട് കാണാനൊക്കും. അതേസമയം അതിനകത്തേക്ക് ആ കുളത്തിലേക്ക് ഒരു ചെറിയ കല്ലെടുത്ത് എറിയുകയാണെന്നുണ്ടെങ്കിൽ സ്വല്പം അത് ഇളകി മാറി. വീണ്ടും നമ്മളൊരു വലിയ കല്ലെടുത്ത് എറിയുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ഓളങ്ങൾ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഛിന്ന ഭിന്നമായി പോകും. ആ ഓരോ ഓളത്തിലും അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ നോക്കും. അതാണ് നമ്മൾ ഭാരത ദർശനത്തിൽ മായ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥമായിട്ടുള്ളത് കാണുന്നത് എല്ലാം മായയാണ്, എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. എന്നാൽ ഈ ചന്ദ്രബിംബത്തിന് ഈ ഓളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിനെ ഈ ബിംബത്തിനെ ചേഞ്ച് ചെയ്താൽ ചന്ദ്രനിൽ യാതൊരു ചേഞ്ചും ഈ ഓളത്തിനുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സമചിത്തതയോടെ മുകളിലേക്കൊന്ന് നോക്കിയാൽ മനസ്സിലായി ഇവിടെ ചന്ദ്രന് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലല്ലോ. അതേസമയം ഈ കുളത്തിൽ കാണുന്ന ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ അനേക കഷണങ്ങളായിട്ടാണല്ലോ കാണുന്നത്. അപ്പം നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കിക്കൊണ്ട് മനസ്സിലുള്ള ഓളങ്ങൾ, ചിന്തകൾ, കാലുഷ്യ ചിന്തകളും അതും ഇതും എല്ലാം മാറ്റിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുകയാണെങ്കിൽ, ശാന്തമാക്കുകയാണെങ്കിൽ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അങ്ങനെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. പ്രശ്നം അറിയുക, അതെ, അറിഞ്ഞാൽ പരിഹരിക്കാം. ശാന്തമായിട്ട് പ്രശ്നത്തെ അറിയുക, അതിനുശേഷം പരിഹരിക്കാൻ സാധിക്കുക. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അത് കുറ്റബോധം എന്ന് പറയും. അതായത് നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് തന്നെ മോശമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്നത് നീ മടനാടാ, നീ കൊള്ളരുതാത്തവനാടാ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല, നീ കാശിന് കൊള്ളാത്തവളാടി, ഇതെന്നല്ല കേട്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ വീക്ഷണകോണം വളരെ വികലമാണ്. ശരിക്കുള്ളത് നമ്മൾ കാണുന്നില്ല, എന്തെങ്കിലും കേൾക്കുന്നത് നമ്മുടെ പഴയ ആ ചിന്ത, പഴയ ആ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന വികല സങ്കല്പങ്ങളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ കുറ്റബോധം അങ്ങെപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എഴുതുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കുറ്റബോധം എന്നുള്ളത് ഒരു വിശാലമായ ഒരു വിഷയമാണ്. അതേക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഡോക്ടർ പടനിലത്തിൻ്റെ ബ്ലോഗെഴുത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കുറ്റബോധം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറിൻ്റെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം.